സുധീഷ് പറയും, ദാ ഇവനാണ് ഒക്കെ ചെയ്തത്. നിധിയുടെ അച്ഛൻ പറയും, ഇവനെ കൊണ്ട് പറയിക്കുന്ന കാര്യം ഞാനേറ്റെന്ന് പറഞ്ഞിട്ട് അയാളെ അടിക്കുകയാണ്. സുഭാഷ് അയാളുടെ മുന്നിൽ കയറി നിൽക്കും. നിധിയുടെ അച്ഛൻ പറയും, എന്താ സുഭാഷ് ചോദിക്കും, നിങ്ങളെ വിശ്വസിച്ചല്ലേ ഞാൻ അവരെ ഇങ്ങോട്ട് അയച്ചത്, എന്നിട്ട് നിങ്ങൾ തന്നെയാണോ ഇങ്ങനെ ചെയ്യുന്നത്? ഹരീഷ് പറയും, ഇവരോടൊക്കെ എന്തിനാ സുഭാഷ് ഏട്ടാ ന്യായം പറയുന്നത്? നമ്മൾ ചെല്ലാൻ കുറച്ചുകൂടെ വൈകിയിരുന്നെങ്കിൽ സുധീഷ് ഏട്ടനെ കൊന്നേനെ. നിധി ചോദിക്കും, എന്താ സുഭാഷ് ഏട്ടാ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. നികേഷ് പറയും, ഏടത്തിയുടെ അച്ഛനാ ഒക്കെ ചെയ്തത്. ഏടത്തിയെ ഇവിടെ നിർത്താൻ വേണ്ടിയിട്ട്, സുധീഷ് ഏട്ടനെ നിങ്ങളെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കയ്യോടെ പിടിച്ചപ്പോൾ ഇപ്പോൾ അഭിനയിക്കുകയാണ്. നിധി അച്ഛനോട് ചോദിക്കും, ഇതൊക്കെ സത്യമാണോ? അച്ഛൻ പറയും, ഇല്ല മോളെ, ഞാനൊന്നും ചെയ്തിട്ടില്ല. സുധീഷ് ചോദിക്കും, അതെയോ, പിന്നെന്തിനാ സാർ എന്നെ വെല്ലുവിളിച്ചത്? നിധി ചോദിക്കും, എന്ത് വെല്ലുവിളി? സുധീഷ് പറയും, പറയട്ടെ. അച്ഛൻ സുധീഷിനോട് പറയും, സുധീഷേ വേണ്ട, ഒരാഴ്ചയ്ക്കുള്ളിൽ എന്നെ നിധിയുടെ അടുത്തുനിന്ന് മാറ്റുന്നത് സാറ് വെല്ലുവിളിച്ചതല്ലേ? അത് കേൾക്കുമ്പോൾ നിധി അച്ഛനെ ഇങ്ങനെ നോക്കും. വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോരുമ്പോൾ നിങ്ങൾക്ക് എന്തോ ഒരു പ്ലാൻ ഉണ്ടെന്ന് എനിക്കറിയായിരുന്നു. പക്ഷേ അച്ഛനും മോനും കൂടെ എന്നെ കൊല്ലാനാണ് പ്ലാൻ ചെയ്തതെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അച്ഛൻ പറയും, ഇവർ വെറുതെ കള്ളത്തരം പറയാം, മോള് അകത്ത് പോയിക്കോ, ഇവരെയൊക്കെ ഞാൻ ഡീൽ ചെയ്തോളാം. അമ്മയോട് പറയും, മോളെ അകത്തേക്ക് കൊണ്ടുപോ, അരുണേ അവളെ കൂട്ടിക്കൊണ്ടുപോ. അരുണെ നിധിയുടെ കൈ പിടിക്കുമ്പോൾ നിധി കൈ കുടഞ്ഞിട്ട് പറയും, വിട്. എന്നിട്ട് അച്ഛൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കും. അച്ഛൻ മോളെ എന്ന് പറഞ്ഞ് മുഖത്ത് കൈ വെക്കുമ്പോൾ നിധി അതും തട്ടുകയാണ്. എന്നിട്ട് നിധി പറയും, സുധീഷ് പറയണം, അന്ന് കാറ് കയറിയപ്പോൾ എന്താ ഉണ്ടായത്? സുധീഷ് നിധിയോട് കഥകളൊക്കെ പറയാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ അച്ഛനൊക്കെ ദേഷ്യം വരുന്നുണ്ട്. ഇവിടെ വന്നിട്ടും എന്നെ ഇവർ ഒരുപാട് അപമാനിച്ചു. ഞാനതൊക്കെ വേണ്ടാന്ന് വെച്ചത് നിധിയുടെ സന്തോഷം പോക്കണ്ടെന്ന് കരുതിയിട്ടാ. നിധി ചോദിക്കും, ഇവിടെ വന്നിട്ട് എന്താ അപമാനിച്ചത്? സുധീഷ് ആ കാര്യങ്ങളും കൂടി പറയാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ അച്ഛൻ പറയും, നിർത്തടാ മോളെ, ഇവൻ വെറുതെ നുണ പറയാണ്, ഞാനാണ് ചെയ്തതെന്ന് നിൻ്റെ അടുത്തൊക്കെ വല്ല തെളിവുണ്ടോടാ? സുധീഷിക്കും തെളിവല്ലേ വേണ്ടത്, അത് കൊണ്ടുവന്നിട്ടുണ്ട്, ദാ ഇവനാണ് തെളിവ്, പറയടാന്ന് ആ ഗുണ്ടയോട് പറയാണ്. അന്ന് രാത്രി ഗുണ്ടയെ തല്ലുമ്പോൾ അയാൾ സത്യം പറയുന്നുണ്ട്. സുധീഷ് നിധിയോട് പറയും, ഇവർ രണ്ടുപേരും കൂടി പ്ലാൻ ചെയ്താൽ ഇതൊക്കെ ചെയ്തത്. അപ്പോഴും അച്ഛൻ പറയും, മോളെ ഇവർ കള്ളം പറയാണ്. നിധി പറയും, മതി, നിങ്ങളൊരു മനുഷ്യനാണ്, ഈ രീതിയിലൊക്കെ ചിന്തിക്കാൻ മനുഷ്യത്തുള്ള ആർക്കും കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ആരും പറയും, നിധി അച്ഛൻ എന്ത് ചെയ്താലും അത് നിൻ്റെ നന്മയ്ക്കാണ്, വീണ്ടും ആ കുപ്പയെ പോയി കിടക്കണോ നിനക്ക്? നിധി ചോദിക്കും, കാലിൻ്റെ ഉളുക്കൊക്കെ മാറിയോ? എന്താ അഭിനയം മറന്നുപോയതാണോ? നാണമില്ലേ നിങ്ങൾക്കൊക്കെ ഇങ്ങനെ അഭിനയിക്കാൻ? അച്ഛനോട് പറയും, നിങ്ങളൊക്കെ എന്നെ കൊന്നു കളയാൻ പോലും മടിക്കില്ല. അച്ഛൻ പറയും, നിധി വാക്കുകൾ സൂക്ഷിച്ചു ഉപയോഗിക്കണം, ഇത്രയൊക്കെ ചെയ്തിട്ടും ഞാൻ പറയുന്നതാണോ കുറ്റം? നിങ്ങളെ അച്ഛാന്ന് വിളിക്കാൻ പോലും എനിക്കിപ്പോൾ നാണം തോന്നുക. നിങ്ങളെ വിശ്വസിച്ച് ഇങ്ങോട്ട് വന്ന് ചതിക്കപ്പെട്ടത് ഇപ്പോൾ ഞാനാ. എനിക്കിപ്പോൾ എന്നോട് തന്നെ പുച്ഛം തോന്നുകയാണ്. ഇതോടെ എല്ലാം ഞാൻ തീർക്കാണ്. അമ്മ അച്ഛൻ ചേട്ടെന്ന് പറഞ്ഞ് ഒരാൾ എൻ്റെ മുന്നിൽ വന്നു പോകരുത്. ഇനി മുതൽ നമ്മളൊന്നല്ല, നിങ്ങൾ വേറെ ഞാൻ വേറെ. അതും പറഞ്ഞ് നിധി വീട്ടിൽ നിന്ന് പോകാൻ നിൽക്കുകയാണ്. നികേഷ് പറയും, ഇതിനൊക്കെ പോലീസ് പരാതിപ്പെടുക വേണ്ടത്, ഇതൊന്നും വെറുതെ വിടാൻ പാടില്ല, സാക്ഷികൾ വരെ ഉണ്ട്. സുഭാഷ് പറയും, ഏയ് അതൊന്നും വേണ്ട, അവർ ചെയ്തതിനൊക്കെ അവരനുഭവിച്ചോളും, വാ മോളെ എന്ന് പറഞ്ഞിട്ട് സുഭാഷ് നിധിയുടെ അടുത്തുനിന്ന് ബാഗ് വാങ്ങാണ്. നിധി നടക്കുമ്പോൾ അച്ഛൻ പിറകുന്ന് നിധിന്ന് വിളിക്കും, തെറ്റാണ് നീ ചെയ്യുന്നത്, ഇതിന് നീ അനുഭവിക്കും. നിധി പറയും, ഇത്രയും കാലം കൂടെ കഴിഞ്ഞിട്ടും നിങ്ങളെക്കാളും എനിക്കറിയാവുന്നത് ഇവരെയാ. എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും എനിക്ക് പ്രശ്നമില്ല, ഇവിടെ കഴിയുന്നതിനേക്കാളും സന്തോഷം എനിക്ക് അവിടെ ഉണ്ടാവും, അതുറപ്പാ. പുറത്തിറങ്ങിക്കഴിയുമ്പോൾ നിധി സുധിയോട് സോറി പറയും. സുധി പറയും, എന്നോട് എന്തിനാ സോറി പറയുന്നത്? നിധിക്ക് അറിയാത്ത കാര്യമാണെന്ന് എനിക്ക് അറിഞ്ഞൂടെ? സുഭാഷിനോടും നിധി സോറി പറയാണ്. സുഭാഷ് പറയും, എന്താ മോളെ, വാ നമുക്ക് പോവാം. സുധീഷ് പറയും, ഒരു കാര്യം കൊണ്ടിട്ട് ഞാൻ അകത്ത് പോയിട്ട് ഇപ്പോൾ വരാമെന്ന് പറയും. അകത്ത് പോയിട്ട് അരുണിനോട് പറയും, അളിയാ വാ ഒരു കാര്യം പറയട്ടെ. അരുണിനെ മുന്നോട്ട് കൊണ്ടുപോയിട്ട് അവിടെ ഇട്ട് അടിക്കുകയാണ്. അവരൊക്കെ പിടിച്ചു വെക്കാൻ നോക്കുന്നുണ്ടെങ്കിലും സുധീഷ് പറയും, അവിടെ വന്ന് മുഖം മൂടിയിട്ട് തല്ലിയത് നീയല്ലേ, ആണുങ്ങളായാലേ നേർക്ക് നേരെ നിന്ന് തല്ലണം. അച്ഛനെ സുധീഷിനെ അടിക്കാൻ നോക്കുമ്പോൾ സുധീഷ് കൈ പിടിക്കും. എന്നിട്ട് പറയും, തിരിച്ചല്ലാത്തത് നിധിയുടെ അച്ഛനായതുകൊണ്ടല്ല, വയസ്സിന് മൂത്ത ആളായതുകൊണ്ടാണ്. വെല്ലുവിളിക്കുമ്പോൾ എല്ലാം നോക്കി വെല്ലുവിളിക്കണം, അല്ലെങ്കിൽ ഇതുപോലെ നിന്ന് നാറേണ്ടി വരും. അതും പറഞ്ഞ് സുധീഷ് പുറത്തേക്ക് വരും. സുഭാഷ് ചോദിക്കേടാ, നീ അവിടെ എന്താ പ്രശ്നം ഉണ്ടാക്കാൻ പോയതാണോ? സുധീഷ് പറയും, ഏയ് ഇവരോടോ, നമുക്ക് ഈ കാറിലങ്ങോട്ട് പോവാം, നിങ്ങൾ രണ്ടുപേരും ബൈക്കിൽ വന്നാൽ മതി. നികേഷേ നീയും വാ. സുഭാഷ് ചോദിക്കും, അതെന്തിനാടാ? സുധീഷ് പറയും, ഇവർ നമ്മളെ അത്രയും ബുദ്ധിമുട്ടിച്ചല്ലേ, ഇത്രയെങ്കിലും നമ്മൾ ചെയ്യണ്ടേ, അവർ കാറ് വേണമെങ്കിൽ അവിടെ വന്ന് എടുത്തോട്ടെ. നിധി പറയും, അതാ ശരി, നമുക്ക് കാറിൽ പോവാം. ഹരീഷ് പറയും, ബൈക്കിൻ്റെ കാര്യം ഞാനേറ്റു, എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ ഉണ്ട്, അവൻ കൊണ്ടുതരും. സുഭാഷ് ഏട്ടനും കാറിൽ പോയിക്കോ. അവർ കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നിധി പിന്നെയും സോറി പറയാണ്. സുഭാഷ് പറയും, എന്താ മോളെ ഇത്, എത്രാമത്തെ തവണയാണ് പറയുന്നത്, നീ അത് വിട്, അച്ഛനിങ്ങനെയൊക്കെ ചെയ്യുന്നത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. വീട്ടിലേക്ക് വിളിച്ചപ്പോൾ ഞാൻ അച്ഛനെ വിശ്വസിച്ചു പോയി.